അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ നാച്ചുറൽ സ്റ്റോൺ ജ്വല്ലറി ആയിട്ടാണ്. അപ്പോൾ ഈ സ്റ്റോണിൻ്റെ പേരാണെങ്കിൽ മലക്കൈറ്റ് എന്നാണ്. ഇതൊരു കോപ്പർ കാർബണേറ്റ് ഹൈഡ്രോക്സൈഡ് മിനറലാണ്. ഈ കല്ല് യൂഷ്വലി കണ്ടുവരുന്നത് കോപ്പർ ഡെപ്പോസിറ്റ്സിലെ അപ്പർ ഓക്സിഡൈസ്ഡ് സോൺസിൽ നിന്നാണ്. അതുകൊണ്ട് ഈ പച്ച കളർ തരുന്നതും ഈ കോപ്പറിൻ്റെ പ്രസൻസ് ആണ്. ഹൈഡ്രോതെർമൽ ഫ്ലൂയിഡ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയാസിലാണ് യൂഷ്വലി ഈ സ്റ്റോൺ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കുറച്ച് ഏരിയാസിൽ മാത്രമേ കണ്ടുവരുന്നുള്ളൂ. അതിൻ്റെ അത് മേജർലി കണ്ടുവരുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ്. പിന്നെ അതുകൂടാതെ റഷ്യ, ഓസ്ട്രേലിയ, പിന്നെ US പല ഭാഗത്തും കണ്ടുവരുന്നുണ്ട്. ഇത് നാച്ചുറൽ ആണോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് നമുക്ക് കളേഴ്സ് ആൻഡ് പാറ്റേൺസ് വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് ഓത്തൻറ്റിക് മെലഞ്ചൈറ്റ് ആണെങ്കിൽ നല്ല വൈബ്രൻറ്റ് ഗ്രീൻ ഹ്യൂസ് ഇതിൻ്റെ ഓവറോൾ ഉണ്ടാവും. അതിൻ്റെ ഒരു ബാൻഡിങ്ങും എന്ന് വെച്ചാൽ ഒരു സ്ട്രൈപ്സും ഉണ്ടാവും. പിന്നെ കോൺസെൻട്രിക് പാറ്റേൺസിലുള്ള കോൺസെൻട്രിക് സർക്കിൾസ് പാറ്റേൺസിലുള്ള ഡിസൈൻസും ഉണ്ടാവും. ഇത് കോപ്പർ കണ്ടൻറ്റ് കാരണം ഇതിൻ്റെ വെയിറ്റ് അത്യാവശ്യം നല്ല കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലൊരു വെയിറ്റ് തോന്നിക്കും. പിന്നെ ഇതിൻ്റെ ഒരു യുണീക്ക് ടെക്സ്ചർ ആൻഡ് ഫീല്, അതായത് നമ്മൾ ആ മെലഞ്ചൈറ്റ് തൊടുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു കൂൾനെസ് ഒക്കെ ഫീൽ ചെയ്യും. പിന്നെ ഒരു വാക്സി ടെക്സ്ചറാണ് പൊതുവേ ഇതിനുള്ളത്. ഹാർഡ്നെസ് ആണെങ്കിൽ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോണാണ്. 3.5 to 4 MOHs ഹാർഡ്നെസ്സേ ഇതിനുള്ളൂ. അതായത് ലാപ്പിസിനേക്കാളും സോഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വലിയ തെറ്റില്ലാതെ ഹാർഡായിട്ടുള്ളൊരു സബ്സ്റ്റൻസിൽ നിന്ന് സ്ക്രാച്ചസ് വരാനുള്ള സാധ്യതകൾ കൂടുതലുമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കളർ ഇൻറ്റൻസിറ്റി, പിന്നെ പാറ്റേൺസ്, പിന്നെ ക്ലാരിറ്റി ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യാം. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പ്ലാസ്റ്റിക് ജ്വല്ലറിനേക്കാളും നല്ല ബ്യൂട്ടിഫുള്ളും ആണ്, നാച്ചുറലും ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്. അതുകൂടാതെ ഇതിന് ഫിസിക്കൽ ഹീലിംഗ്, ഇമോഷണൽ ഹീലിംഗ്, പ്രൊട്ടക്ഷൻ എന്നീ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ ഏൻഷ്യൻ ഈജിപ്ഷ്യൻസ് ഇത് ജ്വല്ലറിയിലും കോസ്മെറ്റിക്സിലൊക്കെ യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ്. പിന്നെ ഈവിൾ സ്പിരിറ്റ്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും വിശ്വസിച്ചിരുന്നു. ഗ്രീസിലും റോമിലും ആണെങ്കിൽ ഇത് ആർട്ടിലും ആർക്കിടെക്ചറിലൊക്കെ യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ്. സിംബളൈസ് ചെയ്യുന്നത് ഗുഡ് ലക്കും ഗുഡ് ഹെൽത്തുമാണ്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ കാരണം ഇത് ഗ്രീൻ പിഗ്മെൻ്റ് ആയിട്ട്, അതായത് പെയിൻറ്റിങ്ങിനൊക്കെയുള്ള ഗ്രീൻ പിഗ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. മെലഞ്ചൈറ്റ് ഒരു ട്രഡീഷണൽ ബേർസ്റ്റോൺ ആയിട്ട് എവിടെയും കൺസിഡർ ചെയ്ത് വരുന്നില്ല. എന്നിരുന്നാലും ടോറസ്, ക്യാൻസർ, പിന്നെ സ്കോർപിയോ എന്നീ സോഡിയാക് സൈൻസിന് ഇത് ബെനിഫിഷ്യൽ ആണെന്നാണ് വിശ്വസിച്ച് വരുന്നത്. പിന്നെ ഇതൊരു സെമി പ്രഷ്യസ് സ്റ്റോൺ ആണ്. ഇതൊരു പ്രഷ്യസ് സ്റ്റോൺസിൻ്റെ ഗണത്തിലും വരുന്നില്ല. അപ്പോൾ ഈ നെക്ലേസ് നമ്മൾ ദീപക് ജെംസിൽ നിന്നാണ് ഇപ്പോൾ വാങ്ങിച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള, നല്ല എലഗൻ്റായ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലേസ് ആണിത്. പിന്നെ ഭയങ്കര റേറ്റ് ഒന്നും പറയാനില്ല. പിന്നെ ഇത് നാച്ചുറലും ആണ്. ഇതിൻ്റെ ഒരു ഗ്രേഡിങ് അവർ കൊടുത്തേക്കുന്നത് AB ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക.